ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലം എന്നൊക്കെ ആളുകളോട് പറയാറില്ലേ? അങ്ങനെ ഒരു സ്ഥലത്തുകൂടിയാണ് ഞാൻ ഇന്നീ പോകുന്നത്. രാജസ്ഥാനിലെ തന്നെ ജയ്സൽമീർ കോട്ടയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് മുഴുവൻ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്നും വിമാനമാർഗം നേരെ മുംബൈയിലെത്തി അവിടെ നിന്ന് ജോധ്പൂരിൽ വിമാനം ഇറങ്ങിയ ശേഷമാണ് നമ്മുടെ ഇവിടേക്കുള്ള യാത്ര. ജോധ്പൂരിൽ ആദ്യ ദിവസം ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് എത്തിയത്. അവിടെ താമസിച്ചു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ എണീറ്റ് ബാർമേർ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അവിടെ കുറേ ഗ്രാമങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടു. അത്ര നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചില കാഴ്ചകളാണ്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള വലിയ കാഴ്ചകൾ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും അവിടെ ബാർമേറിൽ താമസിച്ച ശേഷമാണ് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ജയ്സൽമീറിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്നതെല്ലാം ഏതാണ്ടൊരു കോട്ടയുടെ മാതൃക പോലെ തന്നെയാണ്. വഴിയിലും ചെറിയ ചെറിയ വീടുകളും കടകളും എല്ലാത്തിനും ഒരു കോട്ടയുടെ ടച്ച് ഉണ്ട്. അതാണല്ലോ രാജസ്ഥാൻ്റെ ഒരു പ്രത്യേകത. ജോധ്പൂരും ഒപ്പം തന്നെ ജയ്പൂരും ഒക്കെ തന്നെ സമാനമായ, രാജസ്ഥാന് അത്രത്തോളം മനോഹരമായ ഒരു സംസ്ഥാനമാണ്. ഒരുപാട് ടൂറിസത്തോട് അത്രയധികം ഡെഡിക്കേഷനുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ തോന്നിയത്. അങ്ങനെ നമ്മൾ പതുക്കെ കോട്ടയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ജയ്സൽമീർ കോട്ടയുടെ താഴെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇടതുവശത്ത് മുകളിൽ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമുക്ക് നടന്ന് ഉള്ളിലേക്ക് പോകണം. ഈ ജയ്സൽമീറിൻ്റെ ഒരു പ്രത്യേകത, കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, സുവർണ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പഞ്ചാബിനെ സുവർണ നഗരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഈ കല്ലുകളുടെ നിറം കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ, വീടുകളുടെ എല്ലാം ഈ കല്ലാണ് ഉപയോഗിക്കുന്നത്. മണൽക്കല്ല് എന്ന് പറയും. ഒരു മഞ്ഞ നിറമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊക്കെ ഈ കല്ലിലേക്ക് പ്രകാശം വീണ് ഒരു സ്വർണ്ണ നിറമുണ്ടാകും. അങ്ങനെ ഏതൊക്കെയോ എഴുത്തുകാർ ഇതിനെ ഒരു സുവർണ നഗരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനുള്ളിലുള്ള മുഴുവൻ കാഴ്ചയും. ഭയങ്കര അടിപൊളിയാണ്. കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒറ്റ വഴി മാത്രമാണ് ഈ കോട്ടയിലേക്കുള്ളത്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 4 പ്രധാനപ്പെട്ട, ഇപ്പോൾ ഈ കാണുന്ന കവാടം പോലെ 4 പ്രധാനപ്പെട്ട കവാടങ്ങളുണ്ട്. നിങ്ങൾ ഈ കെട്ടിടത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി. അതായത് നമ്മുടെ നാട്ടിൽ ഇൻ്റർലോക്ക് എന്ന് പറയുന്നത് പോലെ ഈ കല്ലുകൾ ചേർത്ത് വെച്ചാണ് ഈ ഒരു നിർമ്മാണ രീതി ഉണ്ടായിട്ടുള്ളത്. അതായത് സിമെന്റോ മറ്റു വെള്ളമോ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. They can't use any cement and the liquid, completely dry construction. And also the interlocking systems, they will be designed interlocking system. So it's like a kakadas. So it's a very important for architecture. So beautiful architectures they will be used here. Khilji, then they attacks, and after they start in the 14th century. So continue all of the Maharaja, they will be renovated inside the fort. So now we can look at the part this belong from the 15th century, renovated by the Maharaja Bhim. They also renovated mostly. So they build also the beautiful gates, and they build also the strong wall on many things. They also renovated fort. So now we can see the structure, they belong in the 15th century. As for the security, because in the past of that fort, we have the old capital name of the Ludurwa, is the 16 kilometer far from here. There also the attack by the Muhammad Ghori, and they also the destroy the old capital. Then new Maharaja, they will be decided build the new secure town. So they select the some one triangular hill
and also the top of the triangular hill, they build a small town. So very secure town also. 15th century, and the last gate they built in the 18th century. So it's a very long period. So all the Maharaja, they will be making some part inside the fort. ഇത്തരം ചരിത്ര സ്മാരകങ്ങളെ കാണാൻ പോകുമ്പോൾ പ്രാദേശികമായി അവിടെ ഒരുപാട് ഗൈഡുമാരുണ്ടാകും. അങ്ങനൊരു ഗൈഡാണ് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം കാരണം ഈ ചരിത്ര സ്മാരകങ്ങളെയൊക്കെ അറിഞ്ഞു തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം ഇത് കേവലം ഒരു കെട്ടിടമോ ഒരു നിർമ്മാണ രീതിയോ ഒന്നുമല്ല. ഒരുപാട് യുദ്ധങ്ങൾ അങ്ങനെ പലതും അതിജീവിച്ച് വന്ന്, ഇപ്പോൾ ഇവിടുത്തെ തന്നെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന നഗരം മുഗളന്മാർ മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തിൽ തകരുകയും പിന്നീട് പുതിയ കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ സുരക്ഷയുടെ ഭാഗമായി ഒരു കവാടം മാത്രം, അതായത് ഒരു എൻട്രൻസ് മാത്രമേ ഇതിനുള്ളൂ, ഈ ഒരു കോട്ടയ്ക്കുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് അറിഞ്ഞു തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇതിപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ കാണുന്ന ജൈന ക്ഷേത്രമാണ്. അക്കാലത്ത് ഇവിടെ ഒരുപാട് ജൈനന്മാരുണ്ടായിരുന്നു. അവർ പലതരം അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തുടർന്ന് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഇവിടെ കച്ചവടം നടത്തുകയായിരുന്നു. ഈ നാടിനാകെ, ഈ ഒരു പ്രദേശത്തിനാകെ വലിയ രീതിയിൽ പുരോഗമനമുണ്ടാകുന്ന രീതിയിൽ, സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്ന രീതിയിൽ അവർ കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. നിങ്ങളിവിടെ ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ടാകാം. അതൊക്കെ ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഈ കോട്ടയ്ക്കുള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ജീവനുള്ള കൊട്ടാരം എന്നാണ് ഈ ഒരു ജയ്സാൽമീർ കോട്ടയുടെ ഒരു പ്രത്യേകത. കാരണം ഏതാണ്ട് അത്രയധികം ആളുകൾ, 4000-ലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 200-ലധികം കടകളുണ്ട്. നിരവധി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഉള്ള മനുഷ്യർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ പിന്നീട് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മുകളിലത്തെ നിലകളിലാണ് അവർ താമസിക്കുന്നത്. താഴെ നേരെ കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് രാജസ്ഥാൻ കരകൗശലം, അതേപോലെ വസ്ത്രം, ഇതിനൊക്കെ ഒരുപാട് ഫേമസ് ആണല്ലോ രാജസ്ഥാൻ. അങ്ങനെയുള്ള ഒരുപാട് ഗംഭീര വെറൈറ്റി സാധനങ്ങൾ ഇവിടെ മാത്രം കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. രാജസ്ഥാൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ ഈ കോട്ടയ്ക്ക് സമാനമായ രീതിയിലാണ് നഗരത്തിലെ ഏതാണ്ട് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഈ കോട്ടയിൽ തന്നെ ഈ കെട്ടിടങ്ങളിലൊക്കെ പല നവീകരണങ്ങളും അവിടെയുള്ളവർ താമസിക്കുന്നവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതിൻ്റെ ഭംഗി ചോരാതെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹം ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു അടിപൊളി, ഈ കോട്ടയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ അതിഗംഭീരമായി നഗരത്തിൻ്റെ പൂർണ്ണമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും.
സത്യത്തിൽ ജയ്സാൽമീർ ഇത്രയും വലിയൊരു പട്ടണമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഈ ഒരു ഒറ്റ വ്യൂ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ നഗരത്തെക്കുറിച്ച് ഇങ്ങനൊരു ചിന്തയെ മനസ്സിൽ വരില്ലായിരുന്നു. ഇതൊക്കെയാണ് രാജസ്ഥാൻ്റെ പ്രത്യേകത. അതായത് അവിടുത്തെ സംഗീതം, നൃത്തം, നിർമ്മാണ രീതികൾ എല്ലാത്തിനും ഒരു സിഗ്നേച്ചറുണ്ട്. ആ നാടിനെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. 1980 ശേഷമാണ് ഇവിടേക്ക് കാര്യമായി ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയതെന്നുള്ളതാണ് ഗൈഡ് പറഞ്ഞത്. എന്തായാലും ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയായിരുന്നു. സർഫറോഷ്, ബോർഡർ, കൃഷ്ണ, രുധാലി, അങ്ങനെ കുറേ സിനിമകളുടെ ലൊക്കേഷനാണിതെന്നാണ് ഗൈഡർ പറഞ്ഞത്. ബോർഡർ സിനിമയുടെ ലൊക്കേഷനിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. മരുഭൂമിയിലേക്ക്, താർ മരുഭൂമി ഇതിന് തൊട്ടടുത്താണ്. അവിടേക്കുള്ളതാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. ബോർഡർ നമുക്ക്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നമുക്ക് കാണാം. മാത്രമല്ല നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ ഈ ബോർഡർ, ആ സിനിമ ചിത്രീകരിച്ചത് നമ്മുടെ ഈ ഒരു ജയ്സൽമീർ ഉൾപ്പെട്ട പ്രദേശത്തിലാണ്. ഇതിന് സമാനമായ സ്ഥലങ്ങളുണ്ട്. ഈ അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ചില അക്രമങ്ങളൊക്കെ ഈ പ്രദേശത്തേക്കും ചില ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്ന സ്ഥലം കൂടിയാണ് ഈ ജയ്സാൽമീറിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു അനുഭവമാണ് ഈ ജയ്സാൽമീർ സമ്മാനിക്കുന്നത്. ഒരു അനുഭവം, യാത്ര പലപ്പോഴും നമുക്ക് അനുഭവമല്ലേ. ആ അനുഭവം നിങ്ങളിലേക്ക് എത്ര പകർന്നു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ സംശയമാണ്. അപ്പോൾ ഈ ചരിത്ര സ്മാരകങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ പഴയ ഇന്ത്യ എങ്ങനെയാണ്, നമ്മുടെ നാട് എങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപക്ഷെ ഈ അതിർത്തി ജില്ല ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെയാണ് ഒരുപാട് യുദ്ധങ്ങളൊക്കെ 1971 യുദ്ധമൊക്കെ നേരിട്ടവരാണ് ഈ മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ദേശസ്നേഹമൊക്കെ മറ്റൊരു രീതിയിലാണ്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ജയ്സാൽമീറിലേക്ക് എത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.